ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും വീണ്ടും പഴയതുപോലെ തിരക്കിലോട്ടൊക്കെ ആയിക്കാണുമല്ലേ? സ്കൂളൊക്കെ തുറക്കുമല്ലേ? അപ്പോൾ ഇത് നമ്മളുടെ ഞായറാഴ്ചത്തെ കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയുടെ തുടക്കം കാണിക്കുന്നതൊക്കെ. ഞായറാഴ്ച വിച്ചൂട്ടൻ ടേബിളൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ കാണിച്ചല്ലോ, ദേവൂട്ടൻ്റെ ടേബിൾ ക്ലീൻ ചെയ്തു. വിച്ചൂട്ടന് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ മാറ്റി അവൻ തന്നെ റെഡിയാക്കിക്കോളാമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വിച്ചൂട്ടൻ ടേബിളെല്ലാം നല്ല നീറ്റാക്കിയിട്ടുണ്ട്. വിച്ചൂട്ടൻ വരച്ച പടമാട്ടോ ആയിരിക്കുന്നത്. അതൊക്കെ വരച്ച് വീഡിയോ എടുത്തത് കൊണ്ട് അതൊക്കെ ഒന്ന് കാണാൻ പറ്റി. പിറ്റേ ദിവസം നല്ല അന്ന് വൈകിട്ട് തന്നെ അതെല്ലാം കീറിക്കളഞ്ഞു കേട്ടോ, കളിച്ച്. അപ്പോൾ ഞാൻ ഞായറാഴ്ച ഈ ഡ്രസ്സുകളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് ടർക്കി, ഹാൻഡ് കർച്ചീഫ് അങ്ങനെയുള്ള ഐറ്റംസും പിന്നെ യൂണിഫോം തിങ്കളാഴ്ച ഇടാനുള്ളത്, അതിന് വേണ്ട സാധനങ്ങൾ എല്ലാം ഒന്ന് വെച്ചു, ഓർഡർ ചെയ്ത് വെച്ചു. അല്ലെങ്കിൽ രാവിലെ നമ്മൾ അതിന് ധൃതി ആകണ്ടല്ലോ. പിന്നെ നോട്ട്ബുക്ക്, പേന, പെൻസില്. പേനയാണെന്നാണ് വിച്ചൂട്ടൻ വിചാരിച്ചത്, പക്ഷേ ഈ വർഷവും പെൻസിൽ തന്നെയാണ് കേട്ടോ. അതെല്ലാം ഒന്ന് അടുക്കി വെച്ചു. പിന്നെ രാവിലെ തൊട്ടുള്ള ബാക്കി വിശേഷങ്ങൾ കാണാവേ. 2-2.5 മാസം നല്ല സുഖമായിരുന്നു. ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതി, എല്ലാം കൊണ്ടും സുഖമായിരുന്നു. ഇനിയിപ്പോൾ അത് പറ്റത്തില്ലല്ലോ, നമ്മുടെ തിരക്കൊക്കെ വീണ്ടും തുടങ്ങുവാണ്. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോവാട്ടോ. മുഴുവൻ പണിയൊന്നും നമ്മൾ തീർക്കുന്നില്ല. കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് വേഗത്തിൽ ചെയ്ത് തീർത്തിട്ട് ഇന്ന് ഞങ്ങളും സ്കൂളിൽ പോകുന്നുണ്ട് കേട്ടോ. എല്ലാ വർഷവും നമ്മൾ പ്രവേശനോത്സവം പരിപാടി നടക്കുമ്പോഴത്തേന് നമ്മൾ തന്നെയാണ് ഇവരെ കൊണ്ടുവരുന്നതും പിറ്റേ ദിവസം തൊട്ടായിരിക്കും രണ്ടുപേരും അല്ലാതെ ഓട്ടോയിൽ പോകുന്നത്. അപ്പം നമുക്കും കൂടെ ഇവരുടെ ഒപ്പം പോകേണ്ടതുകൊണ്ട് നമുക്ക് 9 ചെല്ലുവാൻ വേണം. അതുകൊണ്ട് കുറച്ച് ധൃതിയിൽ നമുക്ക് ജോലികളൊക്കെ ഒന്ന് തീർക്കാം. ആദ്യം തന്നെ സാമ്പാറാട്ടോ വെച്ചത്. വിച്ചൂട്ടന് ദോശയ്ക്ക് നെയ്റോസ്റ്റിന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അവൻ കഴിച്ചൊന്നുമില്ല കേട്ടോ. അവൻ രാവിലെ ഭയങ്കര പാടാണ് ഇവരെ രണ്ടുപേരെയും ഭക്ഷണം കഴിപ്പിക്കാൻ. വിച്ചൂട്ടൻ കഴിച്ചില്ല, ദേവൂട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. ഉച്ചവരെ അവിടെ ഇരിക്കേണ്ടതല്ലേ, അപ്പം അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ദേവൂട്ടൻ കഴിച്ചു, വിച്ചൂട്ടൻ കഴിച്ചില്ല. പിന്നെ സാമ്പാർ എല്ലാവരും ഉച്ചയ്ക്ക് നമുക്ക് ചോറിന് എടുക്കാമായിരുന്നല്ലോ. അങ്ങനെ അതിൻ്റെ കാര്യം ആദ്യം ചെയ്തു. പിന്നെ എല്ലാവരുമൊക്കെ ഒന്ന് ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനാണ് പിന്നെ നമ്മൾ ചായ ഇടാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയത്. പിന്നെ നമ്മൾ ഇന്ന് പാലപ്പാട്ടം ഉണ്ടാക്കുന്നത്, അതിനുള്ള മുട്ടയും കിഴങ്ങോടെ കറി വെക്കാൻ. അപ്പോൾ അത് മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഈ ദിവസം രണ്ടുപേർക്ക് സ്കൂളിൽ പോകാൻ വലിയ മടിയൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും അവരെ സ്കൂളിൽ കൊണ്ടുവന്നാക്കും. അതുപോലെ തന്നെ തിരിച്ച് നമ്മുടെ കൂടെയാണ് പോരുന്നത്. അതൊക്കെ ഓർക്കുമ്പോഴത്തേനും അവർക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വലിയ പ്രശ്നമില്ല. നാളെ ആയാലും വിച്ചൂട്ടൻ ഒരു കുഴപ്പമില്ല കേട്ടോ. അവൻ സ്കൂളിൽ പോകാൻ കറക്റ്റ് ടൈമിൽ എഴുന്നേൽക്കുകയൊക്കെ ചെയ്തോളും. ദേവൂട്ടനെയാണ് ഒരു വലിയ പാട്. ദേവൂട്ടനാണെങ്കിൽ വെക്കേഷൻ ടൈമിലൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് ചില ദിവസം നന്നായിട്ട് കിടന്ന് ഉറങ്ങും, ചിലപ്പോൾ നേരത്തെ എഴുന്നേക്കും. അങ്ങനെയൊക്കെ ഒരു ഇതുള്ളത് കൊണ്ട് ദേവൂട്ടന് സ്കൂളിൽ പോകണമല്ലോ എന്നുള്ളത് കൊണ്ട് അവൻ ചിലപ്പോൾ കൂടുതൽ സമയം ഉറങ്ങാനുള്ളൊരു ചാൻസ് ഉണ്ട്.
ഇതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം പോയി അവരെ രണ്ടുപേരെയും വിളിച്ചു. രണ്ടുപേരും എഴുന്നേറ്റില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എഴുന്നേക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ പോയി ഇത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് പോയി കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോഴത്തേന് വിച്ചൂട്ടൻ എഴുന്നേറ്റിട്ട് പല്ലൊക്കെ തേച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ വീണ്ടും പോയി ചുമ്മാ ഒന്നുകൂടെ കിടക്കുവാണ്. ദേവൂട്ടൻ എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ അവൻ രണ്ടാമതൊന്നുകൂടെ പോയി കുറച്ച് നേരോടെ ഉറങ്ങി കേട്ടോ. അങ്ങനെ രണ്ടുപേരും കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പം നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ്. നമ്മൾ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രൗണ്ടിൽ എല്ലാവരെയും കുട്ടികളെയൊക്കെ ലൈനായിട്ടൊക്കെ നിർത്തി ദേവൂട്ടനെ നമ്മൾ ക്ലാസ്സിലേക്ക് കൊണ്ടിരുത്തി കേട്ടോ. പിന്നെയാണ് അവരെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി പിന്നെ തിരിച്ചൊന്നുകൂടെ കൊണ്ടിരുന്നത്. ദേവൂട്ടൻ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവൻ കരയാണ്ടൊക്കെ പിടിച്ചിരുന്നു. ഞങ്ങൾ വെളിയിൽ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ നമ്മൾ തിരിച്ചു പോന്നു, കാരണം 12:30 വരെ അവർക്ക് ക്ലാസ് ഉണ്ട്. പിന്നെ രണ്ടാമത് ചെന്ന് ദേവൂട്ടനെ ആദ്യം തന്നെ കൂട്ടി കേട്ടോ. പിന്നെ വിച്ചൂട്ടൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ദേവൂട്ടനെയൊക്കെ 12 കഴിഞ്ഞപ്പോഴേ വിട്ടു, വിച്ചൂട്ടനെയൊക്കെ 12:30 ആയപ്പോഴത്തേനാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.